2021 അവസാനമാണ് യുക്രൈൻ അതിർത്തിയിൽ റഷ്യ വൻ സൈനിക വിന്യാസം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യുക്രൈൻ അധിനിവേശത്തിന് മുന്നോടിയായുള്ള പടനീക്കം എന്നായിരുന്നു റഷ്യൻ നടപടിയെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തിയത്. 2022 ജനുവരിയിൽ റഷ്യൻ സൈന്യം യുക്രൈനെ ആക്രമിച്ചേക്കുമെന്ന US രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചായിരുന്നു വാർത്തകൾ. റഷ്യ വലിയ തോതിലുള്ള ആക്രമണത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് USഉം പ്രതികരിച്ചു. സാഹചര്യം തണുപ്പിക്കാൻ അന്നത്തെ US പ്രസിഡന്റ് ജോ ബൈഡനും പുടിനും തമ്മിലും US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആന്റണി ബ്ലിങ്കനും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിലും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലപ്രദമായൊരു തീരുമാനമുണ്ടായില്ല. യുക്രൈനെ ആക്രമിക്കാനൊരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾ പുടിൻ നിഷേധിച്ചു. സ്വന്തം മണ്ണിൽ സൈന്യത്തെ വിന്യസിക്കാനും സ്ഥലം മാറ്റാനുമൊക്കെയുള്ള അവകാശത്തെക്കുറിച്ചായിരുന്നു റഷ്യയുടെ വാദങ്ങൾ. മാത്രമല്ല, റഷ്യ യുക്രൈൻ അതിർത്തി വിഷയത്തിൽ US നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിന്റെ ഇടപെടലിനെക്കുറിച്ചുള്ള അതൃപ്തിയും പുടിൻ ബൈഡനെ അറിയിച്ചു. നാറ്റോ സേന കൂടുതൽ കിഴക്കോട്ട് വിന്യസിക്കപ്പെടുന്നില്ലെന്നും യുക്രൈനിലേക്കോ മറ്റു അയൽ രാജ്യങ്ങളിലേക്കോ പ്രതിരോധ ആയുധങ്ങൾ നൽകപ്പെടുന്നില്ലെന്നുമുള്ള നിയമപരമായ ഉറപ്പ് നൽകണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയുടെ സൈനിക നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച US കടുത്ത മുന്നറിയിപ്പ് നൽകി. റഷ്യൻ ആക്രമണങ്ങളെ നേരിടാൻ നാറ്റോ സൈന്യവും സജ്ജമായി. 2022 ഫെബ്രുവരി 24 പുലർച്ചെയായിരുന്നു പുടിന്റെ യുദ്ധപ്രഖ്യാപനം. യുക്രൈനിൽ റഷ്യൻ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ നടത്തുമെന്നായിരുന്നു പുടിൻ അറിയിച്ചത്. മേഖലയിലെ വിമത സംഘങ്ങൾ യുക്രൈനിൽ നിന്നുള്ള ആക്രമണം പ്രതിരോധിക്കാൻ സഹായം തേടിയിരുന്നു. അതനുസരിച്ചുള്ള സൈനിക നടപടിയാണിത്. യുക്രൈൻ സൈന്യം ചെറുത്തുനിൽപ്പിന് മുതിരരുത്, ആയുധം വെച്ച് കീഴടങ്ങണം. രക്തച്ചൊരിച്ചിൽ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം യുക്രൈനും സഖ്യത്തിനുമായിരിക്കും. റഷ്യൻ സൈനിക നടപടിയിൽ ഏതെങ്കിലും രാജ്യം ഇടപെട്ടാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. അതിർത്തിയിൽ റഷ്യ നടത്തിയ അധിക സേനാ വിന്യാസത്തെ തുടർന്നുള്ള യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി യോഗം ചേരുമ്പോഴായിരുന്നു പുടിന്റെ യുദ്ധപ്രഖ്യാപനം. പിന്നാലെ യുക്രൈൻ മിസൈൽ ആക്രമണങ്ങൾക്ക് സാക്ഷിയായി. ദിവസങ്ങൾക്കുള്ളിൽ സൈനിക നടപടി സമ്പൂർണ്ണ യുദ്ധമായി മാറി. 1945 ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു റഷ്യ നടത്തിയത്. മിന്നൽ ആക്രമണങ്ങളുടെ ആദ്യ ആഴ്ചയിൽ തന്നെ യുക്രൈനെ കീഴടക്കാമെന്നായിരുന്നു റഷ്യയുടെ കണക്കൂട്ടൽ. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം സാധ്യമാകാതെ വന്നതോടെയാണ് റഷ്യ കരനാവിക വ്യോമ ആക്രമണങ്ങൾ കടുപ്പിച്ചത്. പീരങ്കികളും മിസൈലുകളും ഉപയോഗിച്ച് നഗരങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തി. പാർപ്പിടങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ എന്നിങ്ങനെ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ ആക്രമണം കനത്തു. എന്നാൽ സൈന്യത്തിനൊപ്പം സാധാരണക്കാർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം അനുവദിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പ്രതിരോധം ശക്തിപ്പെടുത്തി. USഉം UKയും യൂറോപ്യൻ രാജ്യങ്ങളും ആയുധങ്ങൾ ലഭ്യമാക്കിയതോടെ യുക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തിന്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചു. അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടെ റഷ്യയുടെ നീക്കങ്ങൾ പാളി. കീവ് വളഞ്ഞ് ആക്രമണം നടത്തിയിട്ടും യുക്രൈൻ പ്രതിരോധം മറികടന്ന് നിയന്ത്രണം പിടിക്കാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ സുപ്രധാന നഗരങ്ങൾ വേഗത്തിൽ പിടിച്ചെടുക്കാമെന്ന റഷ്യയുടെ ധാരണകൾ പൊളിഞ്ഞു വീണു. കീവ് പിടിച്ചെടുത്ത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം സ്ഥാപിക്കാമെന്ന പുടിന്റെ കണക്കൂട്ടലുകൾ അപ്പാടെ തെറ്റിപ്പോയി. പിന്മാറാൻ റഷ്യയും കീഴടങ്ങാൻ യുക്രൈനും തയ്യാറായില്ല. ചെറുതും വലുതുമായ ആക്രമണങ്ങൾ തുടർന്നു. നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. സാധാരണക്കാർ ഉൾപ്പെടെ മരിച്ചു വീണു. അവശിഷ്ടങ്ങളായി മാറിയ യുക്രൈൻ നഗരങ്ങളുടെ പട്ടിക വർദ്ധിച്ചുകൊണ്ടിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. 2025 മെയ് 21 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ അടിസ്ഥാനപ്പെടുത്തി റഷ്യ മാറ്റേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ 8 ലക്ഷത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും 48,000-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈന് 4 ലക്ഷത്തോളം സൈനികരെയാണ് നഷ്ടമായത്. 35,000-ലധികം പേരെ കാണാതായി. റഷ്യയിൽ 700ഓളം സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത്. യുക്രൈനിൽ 12,910 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളാൽ 8 ലക്ഷത്തോളം പേർ റഷ്യ വിട്ടുപോയിട്ടുണ്ട്. യുക്രൈൻ പ്രത്യാക്രമണങ്ങളെ തുടർന്ന് കുർസ്ക് മേഖലയിൽ നിന്ന് 1 ലക്ഷത്തിലധികം ആളുകൾ മാറിപ്പോയിട്ടുമുണ്ട്. യുക്രൈനിലേക്ക് എത്തുമ്പോൾ 1 കോടിയിലധികം പേരാണ് ചിതറിക്കപ്പെട്ടത്. 37 ലക്ഷം ആളുകൾ ആഭ്യന്തരമായി ചിതറിക്കപ്പെട്ടപ്പോൾ 69 ലക്ഷം ആളുകളാണ് പ്രാണരക്ഷാർത്ഥം മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്. ഇതൊക്കെയും ഔദ്യോഗിക കണക്കുകളാണ്. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കാണാതായവരുടെയും ഉൾപ്പെടെ കൃത്യമായ കണക്കുകൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. യുദ്ധമുഖത്ത് കാണാതായ അല്ലെങ്കിൽ റഷ്യൻ സൈന്യത്തിന്റെ പിടിയിലായ സൈനികരെ കുറിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ലെന്ന് യുക്രൈനും വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഉയർന്നതായിരിക്കും. റഷ്യയും യുക്രൈനും തമ്മിൽ നിരവധി തവണ നയതന്ത്ര ചർച്ചകൾ നടത്തിയെങ്കിലും യുദ്ധത്തിന് അവസാനമായിട്ടില്ല. പുടിൻ ഭരണകൂടത്തിന് മേൽ എക്കാലത്തെ കടുത്ത സാമ്പത്തിക ഉപരോധവുമായി ആദ്യ നാളുകൾ തന്നെ ലോകരാജ്യങ്ങൾ അണിനിരന്നിരുന്നു. US പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥതയിലും ഇസ്താംബുളിലുമൊക്കെ പല തവണ ചർച്ചകൾ നടന്നു. നിലപാടുകൾ വിട്ടുവീഴ്ച ചെയ്യാതെ സെലൻസ്കി ട്രംപിനോടുൾപ്പെടെ ഇടഞ്ഞു. യുക്രൈനിലെ ധാതുസമ്പത്തിൽ കണ്ണുനട്ടുള്ള ട്രംപിന്റെ കരാറിനെ ചൊല്ലിയായിരുന്നു സെലൻസ്കിയുടെ കടുംപിടുത്തം. എന്നാൽ യുക്രൈനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിവെച്ചും
ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാതെയും ട്രംപ് ഭരണകൂടം പകരം വീട്ടി. യുഎസിന്റെ പിന്തുണയില്ലാതെ അതിജീവനം സാധ്യമാകില്ലെന്ന് സെലൻസ്കിക്ക് ബോധ്യമുണ്ടായിരുന്നു. അവസരം മുതലെടുത്ത് റഷ്യ ആക്രമണം ഘടിപ്പിച്ചാൽ അധിക നാൾ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ യുക്രൈൻ കീഴടങ്ങേണ്ടി വരും. അപ്പോഴേക്കും രാജ്യം കുട്ടിച്ചോറായിട്ടുണ്ടാവും. അത് മുന്നിൽ കണ്ട് സെലൻസ്കി അനുരഞ്ജനത്തിന്റെ പുതിയ നയതന്ത്രം പുറത്തെടുത്തു. ചർച്ചകൾക്കും കരാറുകൾക്കും സമ്മതം മൂളി. അപ്പോഴും പുടിൻ ഇടഞ്ഞു നിന്നു. കാലങ്ങളായുള്ള വാദമുഖങ്ങളും ആവശ്യങ്ങളും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ 2025 മെയ് 23-ന് ഇസ്താംബുളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ച നടന്നു. 3.5 വർഷത്തിനിടെ ആദ്യമായിരുന്നു അത്തരമൊരു ചർച്ച. യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറാമെന്ന് തീരുമാനിച്ച് ഇരു രാജ്യത്തിന്റെയും പ്രതിനിധികൾ പിരിഞ്ഞു. തൊട്ടു പിന്നാലെ റഷ്യ വ്യോമാക്രമണം ഘടിപ്പിച്ചു. തടവുകാരുടെ കൈമാറ്റം പൂർണ്ണമാകുമ്പോഴേക്കും രാത്രി ആക്രമണങ്ങളിലൂടെ റഷ്യ യുക്രൈനിൽ എക്കാലത്തെയും വലിയ നാശം വിതച്ചു. 600-ലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളുമാണ് റഷ്യ യുക്രൈനിലേക്ക് തൊടുത്തത്. 15ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ സകല സൗഹൃദവും മാറ്റി നിർത്തി ട്രംപ് പോലും പുടിനെതിരെ പൊട്ടിത്തെറിച്ചത് ലോകം കണ്ടു. പുടിൻ തികഞ്ഞ ഭ്രാന്താണ് ചെയ്യുന്നത്. അയാൾ തന്റെ ചെയ്തികൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അത് റഷ്യയുടെ തകർച്ചയിലേക്ക് നയിക്കും. ചെറിയൊരു ഭാഗമല്ല, യുക്രൈൻ മുഴുവനായി വേണമെന്നാണ് പുടിന്റെ ആഗ്രഹമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ട്രംപും പ്രതികരിച്ചു. പുടിൻ മാത്രം കുലുങ്ങിയില്ല. ആയിരത്തി 1990-കളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം നാറ്റോ കിഴക്കോട്ട് വ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാതയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ അംഗങ്ങളായി. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ എന്നീ ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ, പോളണ്ട്, റൊമാനിയ തുടങ്ങിയവരും നാറ്റോയിൽ ചേർന്നു. അതോടെ നാറ്റോ റഷ്യൻ അതിർത്തിയോട് ഏറെ അടുത്തു. അതുകൊണ്ടാണ് ലോകത്തെ വമ്പൻ ശക്തികൾക്കിടയിൽ റഷ്യയുടെ അർഹമായ സ്ഥാനം അപഹരിച്ച 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി സോവിയറ്റ് യൂണിയൻ ശിഥിലീകരണത്തെ പുടിൻ വിശേഷിപ്പിക്കുന്നത്. റഷ്യൻ സൈന്യത്തെ പുനർനിർമ്മിക്കുന്നതിനും തങ്ങളുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനം പുനഃസ്ഥാപിക്കുന്നതിനുമായിരുന്നു പുടിൻ തന്റെ അധികാര നാളുകൾ ഉപയോഗപ്പെടുത്തിയത്. സാംസ്കാരികമായും ചരിത്രപരമായും അടിസ്ഥാനപരമായും റഷ്യയുടെ ഭാഗമാണ് യുക്രൈൻ എന്ന് ആവർത്തിക്കുന്ന പുടിൻ നാറ്റോ പ്രവേശനത്തിനുള്ള അവരുടെ താല്പര്യത്തെ അന്നും ഇന്നും എതിർക്കുന്നു. 2014-ന്റെ തുടക്കത്തിൽ യുക്രൈനിലെ ബഹുജന പ്രതിഷേധങ്ങളെ തുടർന്ന് പുടിനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനെ പുറത്താക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു. പിന്നാലെ റഷ്യ അതിവേഗ ആക്രമണത്തിലൂടെ യുക്രൈന്റെ ഭാഗമായ ക്രിമിയ പിടിച്ചെടുത്തു. 13,000-ലധികം ആളുകളെ കൊന്നൊടുക്കിയ യുദ്ധത്തിൽ ഡോൺബാസ് മേഖല റഷ്യയെ പിന്തുണയ്ക്കുന്ന വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുമായി. സോവിയറ്റ് കാലത്തിന് സമാനമായ വിശാലമായ റഷ്യൻ ആധിപത്യമുള്ള ഒരു സുരക്ഷാ മേഖല സ്ഥാപിക്കുക എന്നതായിരുന്നു പുടിന്റെ പ്രാഥമിക ലക്ഷ്യം. അതിനുമപ്പുറം 4.5 കോടിയോളം ജനങ്ങളുള്ള യുക്രൈനെ റഷ്യയുടെ സ്വാധീന വലയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ സായാഹ്നത്തിലും പുടിൻ തിടുക്കം കൂട്ടുന്നത്. യുക്രൈനെ നാറ്റോ അംഗത്വം നൽകരുത്, നാറ്റോ സേന കൂടുതൽ കിഴക്കോട്ട് വിന്യസിക്കപ്പെടുന്നില്ലെന്നും യുക്രൈനിലേക്കോ മറ്റ് അയൽരാജ്യങ്ങളിലേക്കോ പ്രതിരോധ ആയുധങ്ങൾ നൽകപ്പെടുന്നില്ലെന്നുമുള്ള നിയമപരമായ ഉറപ്പ് നൽകണം, യുക്രൈനിലെ റഷ്യൻ സംസാരിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ച് സംരക്ഷണം നൽകണം എന്നിങ്ങനെ ആവശ്യങ്ങൾ പുടിൻ ഓരോ ചർച്ചയ്ക്കും വെടിവെപ്പിനുമിടയിൽ ആവർത്തിക്കുന്നതും അതുകൊണ്ടാണ്. യുക്രൈന് നേരെ മിസൈൽ ചൂണ്ടി പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്ന് പുടിന് നന്നായി അറിയാം. അതുവരെ യുദ്ധം തുടരേണ്ടതും പുടിന്റെ മാത്രം ആവശ്യമാണ്.